അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖുർആൻ പഠനം സൂറത്തുൽ മുൽക്ക് 23-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഖുൽ, റസൂലെ താങ്കൾ പറയുക, ഹുവല്ലദി, അവനെത്രേ, അൻശഅക്കും നിങ്ങളെ സൃഷ്ടിച്ചവൻ, വജഅല ആക്കിയവൻ, ലക്കും നിങ്ങൾക്ക്, അസംഅ കേൾവിയെ, വൽ അബ്സ്വാറ കാഴ്ചകളെ, വൽ അഫ്ഇദ ഹൃദയങ്ങളെ, ഖലീലമ്മ നന്നേ കുറച്ച് മാത്രമാണ്, തഷ്കുറൂൻ നിങ്ങൾ നന്ദി കാണിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അല്ലാഹു ആണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് വിവിധ ഇടങ്ങളിൽ ആവർത്തിച്ച് പറയുന്നത് കാണാൻ കഴിയും. അതിൽ തന്നെ വ്യത്യസ്ത വാക്കുകളാണ് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതിലൊന്നാണ് ഇവിടെ പറഞ്ഞ അൻഷ. ഒന്നിന് തുടക്കമിടുകയും അതിനെ ഘട്ടം ഘട്ടമായി വളർത്തി പൂർണ്ണതയിൽ എത്തിക്കുകയും ചെയ്യുക എന്നതാണ് അൻഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് തുടങ്ങി വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ മനുഷ്യനെ വികസിപ്പിച്ചെടുക്കുന്ന അവസ്ഥയെയാണ് ഇൻഷാ, അൻഷ എന്ന വാക്കിൽ പരാമർശിക്കുന്നത്. ശുദ്ധ ഖുർആനിൽ ഈ അൻഷ എന്ന വാക്ക് 17 തവണ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അത് മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ചുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തോട്ടങ്ങളെയും മറ്റും നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നിടത്തുണ്ട്. തലമുറകളെ സൃഷ്ടിച്ചു എന്ന് പറയുന്നിടത്തുണ്ട്. നിങ്ങളാണോ സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുന്നിടത്തുണ്ട്. അങ്ങനെ വ്യത്യസ്ത ഇടങ്ങളിൽ അള്ളാഹു സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് അൻഷ എന്ന വാക്ക് പറഞ്ഞത് കാണാൻ കഴിയും. അതുപോലെ സൃഷ്ടിച്ചു എന്ന അർത്ഥത്തിൽ ഖുർആനിൽ വന്ന മറ്റു വാക്കുകളിൽ പെട്ടതാണ് ഖലഖ എന്നത്. കൃത്യമായ അളവുകളോടെ രൂപകൽപ്പനയോടെ ഒന്നിനെ ഉണ്ടാക്കുക എന്നതാണ് ഖലഖ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൃഷ്ടിപ്പിൻ്റെ ഏറ്റവും പൊതുവായ അടിസ്ഥാനപരമായ രൂപത്തെ സൂചിപ്പിക്കുന്ന പദമാണ് അത്. മറ്റൊന്നാണ് ദറഅ, ഭൂമിയിൽ സൃഷ്ടിച്ച ശേഷം ഭൂമിയിൽ വർദ്ധിപ്പിക്കുക, പരത്തുക എന്നൊക്കെ സൂചിപ്പിക്കുന്ന പദമാണ് അത്. ഫത്തറയാണ് ഖുർആൻ സൃഷ്ടിപ്പിന് ഉപയോഗിച്ച മറ്റൊരു പദം. ഒരു മാതൃകയുമില്ലാതെ ആദ്യമായി ഉണ്ടാക്കുക, ഒന്ന് പിളർന്ന് പുറത്തേക്ക് വരിക എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യനെ അവൻ്റെ നന്മയായ നേരായ സ്വാഭാവിക പ്രകൃതിയോടുകൂടി ഫിത്രത്തോടുകൂടി സൃഷ്ടിച്ചതിനെ പറ്റിയാണ് ഈ ഫത്തറ, ഫിത്രത്ത് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റൊന്നാണ് ഖുർആനിൽ ഉപയോഗിച്ച ബറഅ എന്ന വാക്ക്. വൈകല്യങ്ങളോ കുറവുകളോ ഇല്ലാതെ തികച്ചും പൂർണ്ണതയോടെ ഒന്നിനെ ഇല്ലാത്തതിൽ നിന്ന് സൃഷ്ടിക്കുക. ആ അർത്ഥത്തിലാണ് അള്ളാഹുവിന് ബാരി എന്ന നാമം ഉണ്ടാകുന്നത്. മറ്റൊന്നാണ് സവ്വറ, രൂപവും ഭാവവും സൗന്ദര്യവും നൽകി തനിമയുള്ളതാക്കി മാറ്റുക എന്നതാണ് സവ്വറ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് ഖുർആൻ ഉപയോഗിച്ച മറ്റൊരു വാക്ക് ബദഅ എന്നാണ്. മുൻ മാതൃകകളോ ഉദാഹരണങ്ങളോ ഇല്ലാതെ തികച്ചും പുതിയതായി നിർമ്മിക്കുക. ഇതിൽ നിന്നാണ് ബദിഉ സമാവാത്ത് എന്ന പ്രയോഗം ഉണ്ടായിട്ടുള്ളത്. പിന്നെ വ്യാപകമായി ഉപയോഗിച്ച മറ്റൊരു പദം ജഅലയാണ്. ഒന്നിനെ ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ പ്രത്യേക ധർമ്മത്തിനായി നിശ്ചയിക്കുക. ഇങ്ങനെ ഉപയോഗിക്കപ്പെട്ട വാക്കുകളിൽ ഒന്നാണ് അൻഷ. അള്ളാഹുവാണ് നിങ്ങളെ അൻഷ, പടച്ചത്, സൃഷ്ടിച്ചത് എന്നാണ് ഇവിടെ പറയുന്നത്. സൃഷ്ടിച്ചു എന്ന് പൊതുവായി പറഞ്ഞ ശേഷം പിന്നീട് സംഉം അബ്സ്വാറും അഫ്ഇദത്തും നൽകി എന്നാണ് പറയുന്നത്. ഇതൊക്കെ തന്നിട്ടും നിങ്ങൾ നന്ദി കാണിക്കുന്നത് വളരെ കുറവാണ് എന്നും അള്ളാഹു സൂചിപ്പിച്ചിരിക്കുന്നു. സൃഷ്ടികർത്താവായ അള്ളാഹുവിന് വഴിപ്പെടുന്ന സൃഷ്ടികളായി അള്ളാഹു നമ്മെ മാറ്റുമാറാവട്ടെ.